30-45 വർഷം ഇവിടെ നിന്ന് നാട്ടിൽ എല്ലാവരുടെ കല്യാണം, പഠിപ്പ്, വീട്, അത് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഹീസ് എ ഹീറോ, അല്ലെങ്കിൽ ഷീസ് എ ഹീറോയിൻ. എത്രയോ നഴ്സസ് ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നു. പക്ഷെ തിരിച്ചു പോയി നാട്ടിൽ പണിയൊക്കെ ഇല്ലാതെ ആകുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ എന്നുള്ള രീതിയിൽ ഫാമിലി കാണുന്നതായിട്ട് കാണാറുണ്ട്. ആ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിഫൻസ് അല്ല. അപ്പൊ നമ്മൾ അവിടുന്ന് കയറി വന്ന് ഇവിടെ കുടുങ്ങിപ്പോയി കഴിഞ്ഞിട്ട് എനിക്കത് അറിയില്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു കോൺട്രാക്ട് ലെറ്റർ സൈൻ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ പിന്നെ പുള്ളി ഓട്ടോറിക്ഷ എല്ലാം വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വിസ വരുന്നില്ല, പുള്ളിക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് 2 തരത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് എൻ്റെ ഫാമിലി, എനിക്ക് വരുന്ന ശമ്പളം, എൻ്റെ ഫാമിലിയിലുള്ള കാര്യങ്ങൾ, വീട്, കാറ്, കല്യാണം ഒക്കെ പറഞ്ഞിട്ട് ഒരു കൺഫൈൻ സ്പേസിൽ നമുക്ക് നിൽക്കാൻ പറ്റും. Hello everyone, welcome back to Unscripted by Surur. Another episode number 2. So നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വരുന്ന ഗസ്റ്റുകളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മൾ സംസാരിക്കുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളായിരിക്കും, എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. 20 വർഷമായിട്ട് ഒമാനിലുണ്ട്, ആക്റ്റീവായിട്ട് ഒമാനിൽ മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് ഇൻ ദ സെൻസ് ലൈക്ക് ആളുകളുടെ ഇടയിലുണ്ട്. നമ്മുടെ സോഷ്യൽ വർക്കറാണ്, അവൾ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഗോയിങ് ഓൺ. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് രേഖ പ്രേംകുമാർ. And we call her Rega Chechi. Okay. Welcome Rega Chechi. Welcome to my show. Thank you. ഒമാനിലെ ലൈഫ് എങ്ങനെയുണ്ട്? 20 വർഷം എന്ന് പറയുമ്പോൾ രേഖ ചേച്ചിയുടെ വലിയൊരു ലൈഫിലെ ഒരു സ്പാനാണ് ഇതിനകത്ത് ജീവിച്ചു തീർത്തിട്ടുള്ളത്. സോ ഹൗ ഡു യു ഫീൽ? പേടിപ്പിക്കരുത്. പേടിപ്പിക്കുന്നതല്ല, ലൈക്ക് ഒമാനിൽ വന്നവരാരും തിരിച്ചു പോയിട്ടില്ല. ഐ വാസ് ഇൻ ദുബായ്, പക്ഷേ ഒമാനിൽ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ ഇഷ്ടമായി, ആളുകളെ ഇഷ്ടമായി, ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഇഷ്ടമായി, എല്ലാം ഇഷ്ടമായിട്ട് പിന്നെ അങ്ങനെ നിന്ന് പോയതാണ് ഞാനും. അപ്പോൾ ചേച്ചി എങ്ങനെയാണ് നിന്നതിൻ്റെ കഥ? ഒമാനിൽ 20 years എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ 20 years നിൽക്കുമ്പം അഫ്കോഴ്സ് ഒന്നിക്കൽ ആ സ്ഥലത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥലവുമായിട്ട് അങ്ങ് ബ്ലെൻഡ് ആയിട്ടുണ്ടാവും. ഇത് 2 സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് മോളുണ്ടായത് ഇവിടെയാണ്. ഓക്കെ, എൻ്റെ തലയിൽ ഗ്രേ ഹെയർസ് വന്നു തുടങ്ങിയത് ഇവിടെയാണ്. ഒരുപാട് നല്ല ഓർമ്മകളാണ്. അതെ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഒമാൻ എന്ന് പറയുമ്പോഴേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇവിടുത്തെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി അല്ല, ബാക്കി എല്ലാ സ്ഥലത്തും ആളുകൾ തിരക്ക് പിടിച്ച് ഓടുമ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു അറഗൻസ് ഉണ്ട്. ഇല്ല, അത്രയും സ്പീഡിൽ പോണ്ട, നിങ്ങൾ ഒരു കാവയൊക്കെ കുടിച്ച് ഇതൊക്കെ കഴിച്ചിട്ട് പതുക്കെ ലൈഫിന് അങ്ങനെ. അതുപോലെ എനിക്ക് എൻ്റെ ഒമാനീസ് എൻ്റെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന 3 പേരുണ്ട്. ഞാൻ നേരത്തെ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ഒന്നിച്ചുണ്ടായിരുന്നവർ ഞാൻ വേറെ കമ്പനിയിലോട്ട് മാറിയപ്പോൾ എൻ്റെ ഒന്നിച്ച് തന്നെ വന്നു. അപ്പോൾ ഈ 20 years ആയിട്ട് എനിക്ക് ബ്രദേഴ്സിനെ പോലെ കുറച്ച് ഒമാനീസ് ഉണ്ട്. അപ്പോൾ അവരോട് ഡീൽ ചെയ്യുമ്പോൾ അവർ കീപ്പ് ചെയ്യുന്ന വാല്യൂസ് മാത്രമല്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒരു വലിയ പ്രശ്നം വരുന്ന പോലെയല്ല, അതിനെ ഗ്രേസ്ഫുള്ളി അങ്ങ് ഹാൻഡിൽ ചെയ്യുന്ന രീതി, സ്മൂത്തായിട്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒമാന്റെ എക്സ്പീരിയൻസ് അതൊരു ജിയോഗ്രാഫിക് മെഡിറ്റേഷൻ എന്നൊക്കെ പറയാം. കടല്, അതുപോലെ മലകള്, അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒമാൻ ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ടു ബി ഇൻ. അതെ, കറക്റ്റ്. പക്ഷെ ബാക്കിയുള്ള GCC കൺട്രീസിനെ അപേക്ഷിച്ചും ജീവിത ചെലവും കുറവാണല്ലോ അല്ലെ. നല്ല ഗുഡ് ഫുഡ്സ് ഉണ്ട്, നമുക്ക് വേണ്ട എല്ലാം നാടൻ വേണമെങ്കിൽ നാടനെ ഉണ്ട്, നല്ല യമനി ഷുവാസും അതൊക്കെ വേണമെങ്കിൽ ഉണ്ട്, എല്ലാം നമുക്ക് റീസണബിൾ പ്രൈസിൽ തന്നെ കിട്ടാനുണ്ട്. ചേച്ചി ഇറ്റ്സെൽഫ് അത്യാവശ്യം ബ്ലോഗിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ ആ ഒരു ലെവലിൽ അല്ലെങ്കിലും കഴിച്ചിട്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് ടേസ്റ്റ് ഇല്ല, ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്ന ഒരു ബ്ലോഗിങ് ഒരു സ്ട്രാറ്റജി ഞാൻ അധികം ആരിലും കാണാത്തൊരു സംഭവമാണ്. അത് ചേച്ചിയിൽ കണ്ടാണ്. അത് ഒരു കിടിലൻ കോൺസെപ്റ്റാണ്, പക്ഷെ കണ്ടിന്യൂസ് ചെയ്യുന്ന ആളും അല്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ബ്ലോഗിന് വിളിച്ചാൽ തന്നെ വരൂല്ല, അങ്ങനത്തെ ഒരാളാണ്. ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. ഫുഡ് എല്ലാവരെയും കണക്ട് ചെയ്യുമല്ലോ. നമുക്ക് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ ഒരു മാർഗം ഞങ്ങൾ നോക്കിയതാണ് ഫുഡ്. കറക്റ്റ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇൻഫർമേഷൻ കൊടുക്കാനാണെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഫുഡ് ഇഷ്ടപ്പെടാതായിട്ട് ആരുമില്ല. ഫുഡിന്റെ കാര്യം പറയുമ്പോഴാണ് നമുക്ക് ചായ എന്താണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവം. ചായ പോലെ തന്നെയാണ് നമുക്ക് നല്ല ബിരിയാണി മലയാളിക്ക്. ചേച്ചി കഴിച്ചതിൽ വെച്ചിട്ട് ഔട്ട് ഓഫ് ദ ലൈനാണ്, എന്നിരുന്നാലും വന്നത് കൊണ്ട് ഫുഡിന്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഏറ്റവും നല്ല ബിരിയാണി ചേച്ചി ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടാവുക? ഏറ്റവും നല്ല ബിരിയാണി ഒരു സ്ഥലമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ശരി, ബട്ട് സ്റ്റിൽ ക്വിമിൻസിലെ ബിരിയാണി എനിക്ക് ഇഷ്ടമാണ്. അത് ഒത്തിരി വർഷമായിട്ടുള്ള. പിന്നെ അവിടുത്തെ സീ ഫുഡ് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ,
പിന്നെ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് പ്ലേസസ് ഉണ്ട് കേട്ടോ. വേറെ ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലേ? സ്ഥിരമായിട്ട് അവിടെ പോവാറുണ്ടോ? നമ്മൾ ഒത്തിരി വർഷമായിട്ട് ഹൊറൈസണിൽ പോയി പോകുന്ന ഈ റെനോവേഷൻ ഒക്കെ റീസെന്റ് കഴിഞ്ഞു വന്നു, അതിനുശേഷം നല്ല ആംബിയൻസും കൂടി ഉണ്ട്. അതെ, ഗ്രേറ്റ്, അടിപൊളി. പിന്നെ അവിടെ നമുക്ക് പേഴ്സണൽ കണക്റ്റഡ് ആണ്. പുള്ളി കണ്ണൂരാണെന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാനും കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ, ആ ഒരു കണക്ഷൻ വേറെ ഉണ്ട്. ഹോസ്പിറ്റാലിറ്റി ഭയങ്കര കേട്ടോ. ഈവൻ ആ പുള്ളിക്കാരൻ തന്നെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് എല്ലാവരും റിസീവ് ചെയ്യാനും ബായി എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞയക്കാനും ഇതൊക്കെ മൂപ്പരെന്നെ ഡയറക്റ്റ് മുന്നിൽ നിന്നിട്ട് ചെയ്യുന്നത്. നേരത്തെ 10 വർഷം മുന്നേ അവിടെ റുവിയിലുണ്ടായിരുന്നല്ലോ. അന്നോട്ടേ ഞങ്ങൾ പോകുന്ന സീ ഫുഡ് ഒക്കെ അതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അവിടുത്തെ അല്ലേ? ഗ്രേറ്റ്. സോ കമ്മിങ് ടു, അതായത് വലിയ ചർച്ചകളിലേക്ക് കിടക്കണേക്കാൾ മുന്നേ, വലിയ ചർച്ചയൊന്നും വേണ്ട, വലിയ ചർച്ചകളിലേക്ക് കിടക്കണേക്കാൾ മുന്നേ ചേച്ചിയുടെ ഫാമിലിനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പ്ലീസ്. ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ഫാമിലി അല്ലേ? പുറത്തൊരു വലിയൊരു ഫാമിലി ഉണ്ട്. ഞാൻ അന്ന് ഇതിന്റെ മുന്നോടിയായിട്ട് ചേച്ചിയുടെ ഒരു ഇൻട്രോ പറയാൻ, ചേച്ചി നമുക്ക് ഇങ്ങനെ പ്ലാൻ ആണെന്ന് പറയാൻ വേണ്ടി ചെന്ന സമയത്ത് ചേച്ചിയുടെ കൂടെ അപ്പുണ്ട് ഒരു 10-12 ആൾക്കാർ, വേറൊരു 5-8 ആൾക്കാർ അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത പ്രോഗ്രാമിന്. അങ്ങനെ ബിസി ഷെഡ്യൂളുള്ള ആളാ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പോലെയാണ് ചേച്ചിയുടെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സാർ. ഓക്കെ, അല്ല അതൊക്കെ ഫാമിലി നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഹസ്ബൻഡ് റൈറ്റ്. ഇങ്ങനെ എന്താ പറയുക, ഫാമിലി പറയുമ്പോൾ എനിക്ക് ചിരി വരും. പിന്നെ ഒരു മോളുണ്ട് എന്നെ എപ്പോഴും കളിയാക്കിക്കൊണ്ടും. നമുക്ക് എന്തെങ്കിലും ഈഗോ ഉണ്ടെങ്കിൽ അവളെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിംന്ന് പറഞ്ഞ് താഴെ അങ്ങനത്തെ ഒരു മോള് എല്ലാം തീരുമാനമാക്കി തരും. എന്റെ മോള് ഏറെക്കുറെ അങ്ങനെ തന്നെ. പിന്നെ നമുക്ക് എന്ത് അറിഞ്ഞുകൂടാ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കുട്ടികളോട് സംസാരിച്ചാൽ മതി. വെരി ട്രൂ. നമ്മുടെ കോട്ടോട് നമുക്ക് എന്തെങ്കിലും അറിയാന്ന് വിചാരിക്കുമ്പോൾ ഇവരോട് 2 വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വേൾഡിൽ ഇല്ല. അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു മോളുണ്ട്. പിന്നെ അച്ഛൻ, അമ്മ, അനുജത്തി, വലിയൊരു ഫാമിലി, കുറെ കസിൻസ്. പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സുഖം. ഓക്കെ, സോ ചേച്ചി ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ചേച്ചി ഇവിടെ ഇറങ്ങിയിട്ട് സോഷ്യലി ഒരുപാട് വർക്കുകൾക്കിടയിൽ ചെന്നിട്ടുണ്ട്. ഇവിടെ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായപ്പോഴൊക്കെ ചേച്ചി മുന്നിലുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കും ഇതൊക്കെ. സോ ചേച്ചി വന്നത് മുതൽ ചേച്ചിക്ക് ഒരു ചെറിയ ഒരു സമ്മറി ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ലൈക്ക് ആക്ടിവിറ്റീസിലാണ് ചേച്ചി ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചേച്ചിക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? അതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇന്നതാണ് ഞാൻ ചെയ്യുക അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നത് 2 തരത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ശരി. ഒന്ന്, നമുക്ക് എൻ്റെ ഫാമിലി, എനിക്ക് വരുന്ന ശമ്പളം, എൻ്റെ ഫാമിലിയിലുള്ള കാര്യങ്ങൾ, വീട്, കാറ്, കല്യാണം ഒക്കെ പറഞ്ഞിട്ട് ഒരു കൺഫൈൻ സ്പേസിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അല്ല, അത് തെറ്റാന്നല്ല, പേഴ്സണൽ ഇഷ്ടം ഒരാളുടെ. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തുള്ള ആളുകളുടെ വിഷമം കാണുമ്പം എനിക്ക് വിഷമിക്കാതിരിക്കുന്നില്ല. അവിടെ വിഷമം ഉള്ളപ്പോഴും നമുക്കും പെയിൻ ഫീൽ ചെയ്യുന്നു. അപ്പം ഞാനിപ്പം എനിക്ക് സോഷ്യൽ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതല്ല. മീൻസ് അവരുടെ വിഷമം നമുക്ക് നമ്മുടേതായിട്ട് ഫീല് ചെയ്യുമ്പോൾ ഒരു അത് മാറ്റാൻ ഒരു പ്രിവിലേജ് പോലെ ഇങ്ങനെ ചെയ്തു പോകുന്നതാണ്. അപ്പം ഇന്നത് ചെയ്യാം അന്നത് ചെയ്യാന്നല്ല, എന്താണോ ജെന്യൂൻ ആയിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ ഇപ്പോൾ ഒത്തിരി ഇവിടെ നമുക്ക് സോഷ്യൽ എംബസിയിലെ ഓപ്പൺ ഹൗസിൽ ഒരു മാസത്തിൽ ഒരു ദിവസം ഒരു ഓപ്പൺ ഹൗസ് ഉണ്ടാവും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് മലയാളീസാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് പറ്റുന്നതാണെങ്കിൽ ജെന്യൂനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ചെയ്യുന്നത്. അത് ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ല, ഒരു വലിയ സൊസൈറ്റി ഉണ്ട്, ഒത്തിരി ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ ഇത്രയും വർഷത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ചേച്ചി ഇത് വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും സംഘടനയുടെ അണ്ടറിലാണോ ഓർ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞതുകൊണ്ടാണോ? ലൈക്ക് ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഇത് ആക്ച്വലി 2011 ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളവരൊക്കെ ഞങ്ങളാണ് എന്നൊക്കെ പറയുമെങ്കിലും കുറച്ച് ബാക്കോട്ട് പോവുകയാണെങ്കിൽ 2011 മസ്കറ്റ് മലയാളീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും ഉണ്ട്, ആക്റ്റീവ് ആണ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ബിഗിനിങ്. 2011 മസ്കറ്റ് മലയാളീസ് എന്ന് പറയുന്ന ഒരു ഇത് ഏകദേശം 50,000 മെമ്പേഴ്സ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. ഫൈനലി എംബസി ഒരു സോഷ്യൽ മീഡിയയ്ക്ക് എങ്ങനെ ഇവിടുത്തെ ഡയസ്പോറനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് ഈ പ്രവാസി ഭാരതീയ ദിവസത്തിൽ സംസാരിക്കാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ എങ്ങനെയൊക്കെയാണ് കാരണം അന്നൊക്കെ ഞാൻ എല്ലാ ദിവസവും തലക്കെട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇടുമായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന വാർത്തകളുടെയൊക്കെ ഒരു സിംഗിൾ സെന്റൻസിൽ ഇങ്ങനെ എഴുതി പോവായിരുന്നു. 1000 days കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ അതിൻ്റെ ഏറ്റവും ഗുണം കിട്ടുന്നത് ഇൻറ്റീരിയേഴ്സിലൊക്കെ ഈ പത്രം സർക്കുലേഷൻ ഒന്നും അങ്ങനെ വരില്ല. അതുപോലെ 3 റിയാൽസിനൊക്കെ ചാർജ് ചെയ്ത് കൂടുതൽ വീഡിയോസ് ഒന്നും കാണാൻ പറ്റാത്തവർക്കൊക്കെ ഈ വാർത്തകളൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു 1000 days എന്ന് പറയുമ്പോൾ എത്ര വർഷം അത് കണ്ടില്ല. യെസ്, പിന്നെ എല്ലാവരും മീഡിയ ഇപ്പം അങ്ങനെ ഒരു റിക്വയർമെൻ്റ് അല്ല. പക്ഷെ എന്നാലും മസ്കറ്റ് മലയാളീസ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണ്ടുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ഇൻഫർമേഷൻസ് ചോദിച്ചാലും പറയാനൊക്കെ നമുക്ക് വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെയാണ്, അതിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ ചേച്ചി, പ്രവാസികളെ കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. സോ പ്രവാസികൾ ആദ്യമായിട്ട് ഇപ്പോൾ അത്രയ്ക്ക് നോളജ് ഇല്ലാത്ത ആളുകളും ഒരു ബ്ലൂ കോളർ ജോബ് അല്ലെങ്കിൽ ചെറിയ ജോലിക്ക് എല്ലാവരും വരലുണ്ട്. സോ അവർക്കാണെങ്കിൽ കൂടി ഗ്ലോബലി ഒരു പ്രവാസി ആവാൻ വേണ്ടി പോകുമ്പോൾ നമുക്കിപ്പോൾ ചേച്ചി എന്നാലും ഒരുപാട് കഥകൾ കണ്ടിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത്? ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓർക്കുന്നത്, ഞാനിതുപോലെ കട്ടൻ ടോക്സ് എന്ന് പറഞ്ഞിട്ടൊരു പോഡ്കാസ്റ്റ് പോലെ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അതെ. അപ്പോൾ അതിനകത്ത് നമ്മുടെ അഡ്വക്കേറ്റ് പ്രസാദ് ഇവിടെ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പ്രസാദ് വന്ന സമയത്ത് ഞാനിങ്ങനെ ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പുള്ളി അഡ്വക്കേറ്റ് പ്രസാദ് പറഞ്ഞ ഒരു സെൻറ്റൻസ് എൻ്റെ മൈൻഡിലുള്ളത്, എനിക്കറിയില്ല എന്ന് പറയുന്നത് ഇസ് നോട്ട് എ ഡിഫെൻസ്. കറക്റ്റ്. ആ കാര്യം എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഡിഫൻസ് അല്ല. അപ്പം നമ്മൾ അവിടുന്ന് കയറി വന്ന് ഇവിടെ കുടുങ്ങിപ്പോയി കഴിഞ്ഞിട്ട് എനിക്കത് അറിയില്ലായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു കോൺട്രാക്ട് ലെറ്റർ സൈൻ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത്, നമുക്ക് അവിടുന്ന് നാട്ടിൽ നിന്ന് കയറി ഇവിടെ വരുന്ന സമയത്ത് അത്രയും ഒരു റിസ്ക് അല്ല, നമ്മൾ വേറെ രാജ്യത്തോട്ട് പോവുകയാണ്. ഒരു തരത്തിൽ റിസ്ക് തന്നെയാണ്. കാരണം എല്ലാവരും വിട്ടിട്ട് പുതിയൊരു സ്ഥലം, പുതിയ ആളുകൾ, പുതിയ ഇതിലേക്ക് പോവുകയാണല്ലോ. ആ സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരിക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? വരുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പലപ്പോഴും തോന്നാറുണ്ട്, സംഭവം സത്യമാണ്, അവർക്ക് അവിടെ ചിലപ്പം ഹൗസ് മെയ്ഡ്സിൻ്റെ ഇഷ്യൂസ് വരുന്ന സമയത്ത് അവർക്ക് അവിടെ ചിലപ്പം പറയുന്നത് കേൾക്കുമ്പോൾ ഹസ്ബൻഡിന് വയ്യ അല്ലെങ്കിൽ കുട്ടിക്ക് വയ്യ, അവരുടെ പെർസ്പെക്റ്റീവിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിലും വലിയ പ്രശ്നങ്ങളിൽ ചിലപ്പോൾ ഇവിടെ വന്ന് പെടുന്നുണ്ട്. പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് ഒരു മിനിമം നമുക്ക് അവിടെ നിന്ന് വരുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് അന്വേഷിക്കാൻ ഒരു പാടുമില്ല. പിന്നെ സുരൂർ എവിടെയാ? നാട്ടിലെവിടെയാ? തൃശ്ശൂർ. സപ്പോസ് തൃശ്ശൂർ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരികയാണ്, ഇവിടെ എത്ര തൃശ്ശൂർ അസോസിയേഷൻസ് ഉണ്ട്, എത്ര ആൾക്കാരുണ്ട്. അറിയാത്തവരാണെങ്കിലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എഴുത്തും വായന അറിയണോ? ഇപ്പൊ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് എല്ലാ വീട്ടിലും ഒരു പ്രവാസിയെങ്കിലും ഉണ്ടാവില്ലേ? ഇല്ലേ? അപ്പൊ പ്രവാസിയാണെങ്കിൽ അവിടെ വിളിച്ചു ചോദിക്കാം, ഞാൻ ഇന്ന സ്ഥലത്ത് ജോലിക്ക് വരുന്നുണ്ട്, അപ്പൊ അത് ഓക്കെ ആണോ? ഇത് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു ബെയർ ലെവൽ ഒരു മിനിമം എങ്കിലും ചെയ്യാൻ പറ്റും. അത് മേക്ക് സെൻസ്. ഇപ്പം ഞാനിപ്പം ആളുടെ പേരൊന്നും പറയുന്നില്ല, എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ, നാട്ടില് റുവിയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഒരാള്, പിന്നെ ഏത് റുവി ഹൈ സ്ട്രീറ്റില് ഒരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഒരാൾ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരാൾ ഓട്ടോറിക്ഷ വിറ്റിട്ട് എനിക്ക് എൻ്റെ നമ്പർ എവിടുന്നോ കിട്ടിയിട്ട് പറഞ്ഞു, റുവിയിലാണ് ഇത് 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങുന്നത്. ആ റുവി ഹൈ സ്ട്രീറ്റിനകത്ത് നമുക്ക് അറിയില്ലേ അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത്. അതിനകത്ത് അല്ലേ? അപ്പൊ പിന്നെ പുള്ളി ഓട്ടോറിക്ഷ എല്ലാം വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വിസ വരുന്നില്ല, പുള്ളിക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതുപോലെ നമ്മൾ ഉള്ള പ്രശ്നങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ അന്വേഷിക്കുക, ഒരു കോൺട്രാക്ട് ലെറ്റർ ഉണ്ടോ, സൈൻ ചെയ്യുക, അഗ്രീഡ് ആണോ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അതൊക്കെ അതുപോലെ എന്താണ് ഈ മൈഗ്രന്റ് സിസ്റ്റം ഉണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും മിനിമം വരുന്നതിന് മുമ്പേ ഒന്ന് അറിഞ്ഞിട്ട് വരിക എന്നുള്ളതാണ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് സംഭവത്തിൽ എന്തെങ്കിലും ഉണ്ട് ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ച് ചോദിക്കാനോ? ട്രെയിനിങ് സെഷൻസ് ഒക്കെ നോർക്ക കൊടുക്കുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് വേണ്ടി. നോർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ കേരള ഏറ്റവും കൂടുതൽ പ്രവാസികൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നായിരിക്കും. അപ്പോൾ കേരള ഗവൺമെന്റിന്റെ ഒരുപാട് സ്കീംസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഇപ്പൊ വന്നിരിക്കുന്ന നോർക്ക കെയറിന്റെ ഇൻഷുറൻസ്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കാരണം നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന സമയത്ത് അത് ഫാമിലിക്ക് മൊത്തം ഇൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വരുവാണെങ്കിൽ നമ്മൾ ജോലിക്ക് പോവോ അതോ ഈ കുടുംബത്തിന്റെ കൂടെ നിൽക്കാനുള്ളൊരു മൈൻഡ് ആയിരിക്കുമോ? ജോലിക്ക് പോയില്ലെങ്കിൽ കാശ് ഉണ്ടാവില്ല. ആ സമയത്ത് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആളെ സുഖമായിട്ട് കിടത്താം, നമുക്കും ഫ്രീ ആയിട്ട് അവരുടെ കൂടെ പോയി നിൽക്കുക, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഗവൺമെന്റിന്റെ നോർക്ക കെയർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഇൻഷുറൻസ് സ്കീമാണ്. അതുപോലെ പെൻഷൻ പദ്ധതി. സോറി ടു കട്ട് യു ഡൗൺ, അത് ഒരുപാട് എക്സ്പെൻസ് ഉണ്ടോ അതിന്?
ഇല്ല, അത് ഓരോരോ സ്ലാബായിട്ട്. ഇപ്പോൾ ഒരു പേഴ്സണൽ ആണെങ്കിൽ 8,000 റുപ്പീസ്. ഓ അത്രേ ഉള്ളൂ. ആ, പെർ ഇയർ ആണ്? പെർ ഇയർ. ആനുവൽ ആയിരിക്കുമല്ലോ എപ്പോഴും ഇൻഷുറൻസ് സ്കീം, ആനുവൽ ആയിരിക്കും. ഓക്കെ. അങ്ങനെ കുറച്ച് എത്രയാണോ നിങ്ങൾക്ക് കവറേജ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി ആയതുകൊണ്ട് തന്നെ അതിന്റെ കോസ്റ്റ് നമുക്ക് അതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്, എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതും കവേർഡ് ആണ്. അപ്പോൾ അതൊരു ബെസ്റ്റ് പാർട്ടാട്ടോ. കാരണം നോർമൽ ഇൻഷുറൻസ് എടുക്കുമ്പം അതിനകത്ത് പ്രീ കണ്ടീഷൻസ് ഒന്നും ഇതാവില്ല. പ്ലസ് 6 മന്ത് കഴിഞ്ഞിട്ട് കവറേജ് കൊടുക്കില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നം. ആരും മറക്കല്ല, എല്ലാവരും എടുക്ക്. നമുക്കിവിടെ ഒരുപാട് രോഗങ്ങളായിട്ട് നാട്ടിൽ പോകുന്നവരാണ്. എല്ലാവരും എടുക്കാൻ മറക്കരുത്. ഇത്രയും നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. അത് പക്ഷേ ഇപ്പൊ ഇല്ല, ഇപ്പൊ ഓപ്പൺ അല്ല. അതൊരു സമയത്താണ് അത് ഓപ്പൺ ആവുന്നത്. ആ ഒരു 1 മന്തിലായിരുന്നു എല്ലാവരും എടുത്തോണ്ടിരുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇനി ഓപ്പൺ ആവുന്ന ആ ഒരു സ്ലോട്ട് വരുന്ന സമയത്ത് നോർക്ക ഇൻഷുറൻസ് എടുക്കാം. അത് നല്ലൊരു ഓപ്ഷനാണ് ഒരു പ്രവാസിക്ക് ഗവൺമെന്റ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. പ്രവാസി ക്ഷേമനിധി പെൻഷൻ എന്ന് പറഞ്ഞിട്ട് എവറി മന്ത് നമ്മൾ 350 റുപ്പീസ് കൊടുത്താൽ മതി. ആഫ്റ്റർ 60 യു ഗെറ്റ് എ പെൻഷൻ ഓഫ് 3,500 റുപ്പീസ് ഓൺവേർഡ്സ്. അപ്പോൾ ഫാമിലി 2 പേര് ഇവിടെ ഉണ്ടെങ്കിൽ 2 പേർക്കും കൂടി എടുത്തു കഴിഞ്ഞാൽ 7,000 രൂപ സുഖമായിട്ട് കിട്ടും. നമ്മൾ അടയ്ക്കുന്ന എത്ര? 350, 2 പേർക്കും കൂടെ 700 രൂപ ഒരു മാസം കിട്ടുന്നത്. 7,000 റുപ്പീസ്. അപ്പൊ അങ്ങനെ പെൻഷൻ സ്കീംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കേരള ഗവൺമെന്റിന്റെ ഇപ്പൊ പൊളിറ്റിക്കൽ നോയ്സ് ഒക്കെ ഇപ്പൊ അത് നല്ലതാണ്. അത് നമുക്ക് എന്ത് ഗവൺമെന്റ് സൈഡിൽ നിന്ന് ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട് അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണേ. ആരും പോയിന്റ് ഔട്ട് ചെയ്യില്ല, ഇന്നാളെ കൊണ്ടുവന്ന് ഇന്നാളാണ് കൊളാക്കണത്, ഇതൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല. സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഗവൺമെന്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് ഗ്രേറ്റ്. നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതൊരു സെപ്പറേറ്റ് റീലായിട്ട് തന്നെ ഞാൻ എന്തായാലും ഇടും. നമുക്ക് അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ലിങ്കും ഇതെല്ലാം കൂടി വെച്ചിട്ട്. ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചേച്ചിയുടെ നമ്പർ കൊടുക്കാൻ പറ്റുമോ, അത് ചേച്ചിയുടെ എന്തെങ്കിലും ടീമിന്റെ നമ്പർ കൊടുക്കാൻ പറ്റുമോ? എനിത്തിങ് എന്നെ കോൺടാക്ട് ചെയ്യല്ലോ, എന്നെ എന്തായാലും കൊളാബ് ചെയ്യുമല്ലോ. അതെ, കൊളാബ് ചെയ്യും. ചേച്ചിയുടെ പേജിൽ പോയിട്ട് എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യാൻ മതി. ഇൻ കേസ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ചേച്ചി. വേറെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനത്തെ? അല്ല, ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യം, കേരള ഗവൺമെന്റ് ആണ് ശരിക്കും പ്രവാസികൾ ഇത്രയും നല്ല. പിന്നെ ലോക കേരള സഭ എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചും പല രീതിയിലുള്ള വർത്തമാനങ്ങളും ഉണ്ട്. ഇത്രയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്കൊന്നും അറിയില്ല. നമ്മൾ വേറൊരു രാജ്യത്ത് വന്ന് നമ്മൾ ഇവിടെ എല്ലാം പഠിച്ച് സംഭവമൊക്കെ സെറ്റിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറേ ഗ്ലോബൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഇന്റലക്ച്വലി നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കുറേ ആളുകളായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്നു. ഒരു 10-35 വർഷം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടെ ഒരു പ്രവാസി വർക്ക് ചെയ്യുന്നു. പക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു 1,000-2,000 രൂപ പെൻഷനാണ് നമ്മൾ ഫൈനലി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഈ ഗ്ലോബൽ എക്സ്പോഷറോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇന്റലക്ച്വൽ എന്താ പറയുക, ഒരു ബുദ്ധിയോ, ഇതൊന്നും നമുക്ക് അവിടെ ചെല്ലുമ്പം അവിടെ നമുക്കൊരു ഫെർട്ടൈൽ ലാൻഡ് ഒന്നും ഇല്ല. നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങാനോ, ഇവിടെയുള്ള എത്ര ഓൺടർപ്രീനേഴ്സ് നാട്ടിൽ ചെന്നിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്? അപ്പൊ അവിടെ നമുക്ക് ചെല്ലുമ്പം നമ്മുടെ ഈ എക്സ്പെർട്ടീസ് ഒന്നും അവിടെ വേണ്ട. അവിടെ എനിക്ക് തോന്നുന്നു എല്ലാത്തിൻ്റെ ഇപ്പോൾ ഒരു മാർക്കറ്റിങ്ങിന്റെ സംഭവം എടുക്കുകയാണെങ്കിൽ തന്നെയും അങ്ങ് പീക്കിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് പെൻഷനും കാര്യങ്ങളും അല്ല, നമുക്ക് നമ്മുടെ ഈ പറയുന്ന എക്സ്പെർട്ടീസ് എല്ലാം ഒരു മ്യൂച്വൽ ഗ്രോത്തിന്, ഇപ്പോൾ കേരളത്തിനാണെങ്കിലും നമ്മൾ ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ട്. തിരിച്ചു ചെല്ലുന്ന സമയത്ത് നമ്മളെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ അവിടെ നിന്നും ഇങ്ങോട്ടൊരു കാര്യങ്ങൾ വേണം എന്ന് തോന്നാറുണ്ട്. അല്ലാതെ ഒരു 1,000 രൂപ 2,000 രൂപ വരെ പെൻഷൻ മാത്രം പോരാ. നമ്മുടെ അതാ ഞാൻ പറയുന്നത്, നമുക്ക് ബിസിനസ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നാട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടണം. തിരിച്ചു പോകുന്ന ഒരു പ്രവാസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത്, ഇതൊക്കെ ശരിയാണോ എന്നൊന്നും അറിയില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മൾ പ്രവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം, ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവാസികളാണ്. നമ്മളെ ഒരു അല്ലേ ഇക്കണോമിക് ലൈഫ് ലൈൻ എന്നൊക്കെ പറയുന്ന പോലെ ഗിവറാണ്, കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അതെ, ഇപ്പൊ 10-30-45 വർഷം ഇവിടെ നിന്ന് നാട്ടില് എല്ലാവരുടെ കല്യാണം, പഠിപ്പ്, വീട്, അത് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഹീസ് എ ഹീറോ അല്ലെങ്കിൽ ഷീസ് എ ഹീറോയിൻ. എത്രയോ നഴ്സസ് ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നു. പക്ഷെ തിരിച്ചു പോയി നാട്ടിൽ പണിയൊക്കെ ഇല്ലാതെ ആകുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ എന്നുള്ള രീതിയിൽ ഫാമിലി കാണുന്നതായിട്ട് കാണാറുണ്ട്. ഒരുപാട് കേസസ് ഉണ്ട് ഇല്ലേ? അപ്പോ ഇവിടെ ഉള്ള ഇത്രയും നാൾ ഇത്ര നന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്ത ഒരാൾക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ എന്തുകൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല? നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ചെയ്തല്ലോ, അപ്പൊ തിരിച്ച് നമ്മുടെ ഓൺ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? ആ ഒരു സപ്പോർട്ട് നാട്ടിൽ നിന്ന് കിട്ടണമെന്ന് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ചേച്ചി ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിയുന്ന ഒരാളുണ്ട്. ഞാൻ ദുബൈയിലായിരുന്ന സമയത്ത് ഏറെക്കുറെ 60 വയസ്സിൻ്റെ അടുത്തായിട്ടാണ് ആൾ പോയത്. ആള് ഇങ്ങോട്ട് വരുമ്പോൾ അനിയന്മാർക്ക് അനിയത്തിമാർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആളൊരു കല്യാണം കഴിഞ്ഞിട്ട് പാവം കയറി വന്നതാണ്.
ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട് പണയം വെച്ച് കിട്ടുകാലം ഇതാക്കിയിട്ട് ദേറേൻ്റെ ഉള്ളിൽ കിടന്ന് ഓൾമോസ്റ്റ് 28-30 വർഷം അതിൻ്റെ മുകളിൽ ആളവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ വെച്ച് പെങ്ങന്മാരെ കെട്ടിച്ചയച്ചു, അനിയന്മാർക്ക് വണ്ടി മേടിച്ചു കൊടുത്ത് നല്ല നിലയിലെത്തി. ഇതെല്ലാം കഴിഞ്ഞ് മക്കളെല്ലാം വലിയ നിലയിലെത്തി, നേഴ്സാരൊക്കെ ആയി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ റിട്ടയർമെൻറ്റ് ഭയങ്കര സന്തോഷത്തോടുകൂടി പോയതാണ്. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ആളവിടെ നിന്ന് ഒരു 1.5-2 മാസം കഴിയുമ്പോഴേക്കും ആൾ തിരിച്ചു വന്നു. ഓൾറെഡി പ്രഷറും ഷുഗറൊക്കെ ഹൈയിലുള്ള ചങ്ങായിയാണ്, സ്ട്രെസ്സും ഇതും ചൂടൊക്കെ ആയിട്ട് വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ലാന്ന് ആൾക്ക്. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സംഭവം അത്. ഇത് റെസ്പോൺസിബിലിറ്റി ആർക്കാ? അത് ശരിക്കും അത് കാരണം സ്നേഹം കൊണ്ട് ഇവരൊന്നും ആലോചിക്കുന്നില്ല. ഇല്ല. ഇവർ ലീവിന് ചെല്ലുമ്പോൾ കാണിക്കുന്ന സ്നേഹം ജോലി നിർത്തിപ്പോയി കഴിഞ്ഞാൽ അത് കിട്ടുന്നുള്ള ധാരണയിലാണ് പാവങ്ങൾ നിൽക്കുന്നത്. പിന്നെ നിഷ്കളങ്കരാണല്ലോ, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്നയാ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്താ പറയുക, നമ്മൾ നമ്മുടെ കാര്യം ആദ്യം നോക്കണം. അതെ, തീർച്ചയായിട്ടും. കാരണം വയസ്സുകാലത്ത് അത് മറ്റുള്ളവർക്കൊരു ഹെൽപ്പാണ്. അപ്പൊ എന്റെ കാര്യം ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും, കുട്ടി നോക്കും, അതൊക്കെ വേറെ. നമുക്ക് നമ്മുടെ കാര്യം സെറ്റിൽ ആണെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആ ഒരു ബേസ് ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി നമുക്ക് ഒന്നും പ്രശ്നമില്ല. അപ്പൊ അത് ഞാനൊക്കെ ഒരുപാട് മറന്നു പോകുന്നൊരു കാര്യം ഈ പറയുന്നെങ്കിലും. ഞാനിപ്പോ ഈ സംസാരിക്കണമെങ്കിൽ എന്റെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനെന്ത് ചെയ്തിട്ടുള്ള വേണ്ടിട്ടെന്നുള്ള സംഭവം എന്റെ കൂടെ ഉള്ള ഒരാള് പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. പുള്ളി എല്ലാ ബ്രദേഴ്സിനും ഈ പറഞ്ഞ പോലെ ബ്രദേഴ്സ് അത് ഇത് സ്റ്റോറീസ് എല്ലാം സെയിം ആട്ടോ. ഈ ബ്രദേഴ്സിനെ അത് മാറുന്നുള്ളൂ. ലാസ്റ്റ് ആളുടെ അമ്മ എന്തോ ഒരു കാശിന് ആവശ്യം വന്നപ്പോ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ ചോദിച്ചു, നീ 10-30 കൊല്ലം ഗൾഫിൽ കിടന്നിട്ട് നീ എന്ത് ചെയ്ത്, നീ എന്താ ചെയ്തത്? ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. ആ സിറ്റുവേഷൻ നമ്മൾ തന്നെ ആക്കി വെക്കുന്നതാണ്. ഒരു കണക്ക് വരെ നമ്മൾ തന്നെയാണ് ഇപ്പോഴും കുറച്ചും കൂടെ അവെയറാ തോന്നുന്നത് അതിനെ കുറിച്ചിട്ട്. പക്ഷെ പഴയ ആളുകളൊന്നും അത്രയ്ക്ക് അവെയർ അല്ല. അവർ കിട്ടുന്നത് എന്താ പറയുക, തൈരും കുപ്പൂസും കഴിച്ചിട്ട് അയച്ചിരുന്നത് അതിൽ ഇറ്റലി അങ്ങനെ ഉള്ള ഒരു സംഭവം തന്നെയല്ലേ. അത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ കടത്തിലായിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഹൗസ് മെയ്ഡ്സ് അല്ലെങ്കിൽ അവര് ഈ ഓട്ടോ വിറ്റു എന്നൊക്കെ ഞാൻ പറയുന്ന കേസുകളിൽ അവർ വരുന്നത് തന്നെ ദേ കമ്മിങ് വിത്ത് ഫിനാൻഷ്യൽ ബേർഡൻ അല്ലേ. വന്ന് തുടങ്ങി കിട്ടുന്ന ശമ്പളം എന്തിനായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കടം തീർക്കാനേ യൂസ് ചെയ്യാൻ പറ്റും. ആ സമയത്തായിരിക്കും ഇവിടെ വന്ന് പെട്ടുപോകുന്നത്. അപ്പൊ എന്തായിരിക്കും അവരുടെ ഒരു അവസ്ഥ? അപ്പൊ ഇതൊക്കെ നമുക്ക് തന്നെ തിരുത്താൻ പറ്റുന്ന നമ്മുടെ മൈൻഡ് സെറ്റിലുള്ള കാര്യങ്ങളാണ് എന്ന് തോന്നാറുണ്ട്. കുറച്ചും കൂടെ അവെയർ ആവുക. പിന്നെ സ്കൂളിലൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കും, സ്കൂളിൽ നമ്മൾ എനിക്കറിയില്ല വിഷയത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോണില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ സ്കൂളിലൊക്കെ നമുക്കിപ്പം ഇവിടുന്ന് 3 വരെ പോകാനുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊക്കെ പഠിപ്പിച്ചു തരും. പക്ഷെ എങ്ങനെ പൈസ ഉണ്ടാക്കൽ എനിക്ക് തോന്നുന്നു ഇച്ചിരിയും കൂടി എളുപ്പമാണ്. സേവിങ് ഇസ് എ ബിറ്റ് മോർ ടഫ്, ഇൻവെസ്റ്റിംഗ് ഇസ് സ്റ്റിൽ മോർ ടഫ്. അതെ, ഭയങ്കര ടഫ് ആയിട്ടുള്ള എത്ര പെർസെന്റേജ് സേവ് ചെയ്യണം, നമ്മുടെ എക്സ്പെൻഡിച്ചറിന്റെ ആ മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പോഴാണ് കുറച്ചും കൂടെ ആളുകൾക്ക് അവെയർ ആയിട്ട് വന്നത്. അതില്ലെങ്കിൽ 1.5 കോടി സാലറി കിട്ടിയിട്ടും കാര്യമില്ല, 10 ലക്ഷം കിട്ടിയിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല. പക്ഷെ 1000 കിട്ടുന്ന ആൾ ഈ മണി മാനേജ്മെന്റ് അറിയുന്നത് കൊണ്ട് നല്ല വൃത്തിക്ക് മാനേജ് ചെയ്തു. മനസമാധാനം, മണി കൊണ്ട് സമാധാനം കിട്ടില്ല എന്നൊക്കെ പറയുന്നൊക്കെ വെറുതെ. പൈസ കൊണ്ട് സമാധാനം കിട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ 80% എൻ്റെ ഒരു ഇതില്ല. ഞാനിപ്പോൾ ഈ അടുത്ത ജീവിതത്തിൽ പഠിച്ചൊരു വലിയ പാഠമാണ് 80% പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ 85, ചിലവർക്ക് 90 വരെ പോവാം. അത് പൈസ കൊണ്ട് തരും. പൈസക്ക് പൈസ തന്നെ വേണം, സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. വെരി ട്രൂ. ആ സമയത്ത് നമ്മൾ ഭയങ്കര സെൽഫിഷ് അല്ലാതെ എല്ലാം പൈസ എല്ലാം ഇതൊക്കെ പറയുമെങ്കിലും കീപ് ഇറ്റ് എസൈഡ്, മണി മാറ്റേഴ്സ്. അതെ, അപ്പൊ അതൊക്കെ പഠിപ്പിക്കണമായിരുന്നു സ്കൂളില്. കറക്റ്റ്. എങ്ങനെ നിങ്ങൾക്ക് ആദ്യ ശമ്പളം തൊട്ട് നിങ്ങൾ എങ്ങനെ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പ്രവാസിയായിട്ട് വരുന്ന ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിലും അവർ ചെയ്യേണ്ടത് എന്ത് കിട്ടുന്നുണ്ടെങ്കിലും ഒരു പങ്ക് നമ്മൾ വേറൊരാളാണ് മാറ്റി വെക്കണം. നമുക്കൊന്നും സാധിക്കാത്തത് ഇത്ര ലേറ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത് അറ്റ്ലീസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ തോന്നാറുണ്ട്. അതെ, വെരി ട്രൂ. ചേച്ചി ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു വലിയ ഒരു കൂട്ടം ആളുകളുടെ കാര്യമാണ് ചേച്ചിയെ പറഞ്ഞത്. ഇപ്പോൾ മെയിനായിട്ട് വരുന്നവരായിക്കോട്ടെ, ബ്ലൂ കളർ ജോബിന് വരുന്നവരായിക്കോട്ടെ, അവരാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യാതെ പോകുന്ന വേറെ ഏതെങ്കിലും ഒരു ബിഗർ നമ്പർ ഓഫ് ആളുകൾ ഇവിടെ ഉണ്ടോ? ഉദ്ദേശിക്കുന്നത് ഒരു ഇമോഷണൽ ട്രോമ പോലെയാണോ? എന്നുള്ള വേർഡങ്ങ് വല്ലാതെ യൂസ് ചെയ്ത് ഇപ്പോൾ ഒരു എനിക്ക് വേറൊരു കാര്യം, ഞാൻ എന്തോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വായിച്ചപ്പോൾ കണ്ടതാണ്. ഇവിടെ വരുന്ന ജെൻസിനെക്കാളും 70% കൂടുതൽ ഗ്രാജുവേറ്റ്സ് ആയിട്ട് വരുന്നത് ഈ പറയുന്ന ഡിപ്പെൻഡന്റ് വിസയിൽ വരുന്ന ആൾക്കാരാണ്. ഡിപ്പെൻഡന്റ് എന്ന് വെച്ചാൽ ദേ ആർ ഡിപ്പെൻഡന്റ് ഓൺ ദ ബ്രെഡ് വിന്നർ, ആരാണെങ്കിലും. അപ്പം മെൻ ഓർ വിമൻ. അപ്പൊ ഇവിടെ കൂടുതലും ഈ ലേഡീസ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർ ഒക്കെ ഇവിടെ വന്നിട്ട്
പല പ്രശ്നങ്ങൾ കൊണ്ട് ജോലിക്ക് പോകാൻ സാധിക്കാതെ ആ 4 ചുമരുകൾക്കുള്ളിൽ 10-12 വർഷം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി കഷ്ടപ്പെട്ട് പഠിക്കുകയൊക്കെ ചെയ്തിട്ട് അതൊന്നും സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. സെൽഫ് എക്സ്പ്രഷൻ ഒരു വേദിയും ഇല്ല, ഒരു വേദിയില്ല. എന്നിട്ട് നിന്ന് പിന്നെ ലാസ്റ്റ് 12th കഴിയുമ്പോഴത്തേക്ക് കുട്ടി പോകുമ്പോഴത്തേക്ക് ആ ഒരു ഫോക്കസ് മൊത്തം കുട്ടിയുടെ മേലായിരുന്നിരിക്കണം. അപ്പോൾ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്തിലാണ് ലൈഫ് സെന്റർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ എംപ്റ്റിനെസ് അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ സഫർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഹോം മേക്കേഴ്സ് എന്ന കാറ്റഗറി. അപ്പോൾ അതെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ, അവരത്രയും പഠിച്ചിട്ട് നമുക്ക് തിരിച്ചൊന്നും സൊസൈറ്റിയിലോട്ട് കൊടുക്കാനും പറ്റുന്നില്ല. ഇതൊരു സാക്രിഫൈസ് ആണ്, വിമന്റെ ഒരു സാക്രിഫൈസ്. പക്ഷെ വിമൻ സാക്രിഫൈസിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ ഒരു ഹാപ്പിനെസ് ആയിരിക്കും ഒരു ബെറ്റർ ഫാമിലി ഉണ്ടാക്കാൻ പറ്റുക. രണ്ടുപേരും സാക്രിഫൈസ്, അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ. ഇപ്പൊ രണ്ടുപേരും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വരുന്നതാ. ഒരേ അമ്മയ്ക്ക് തന്നെ 2 മക്കളിന് 2 സ്വഭാവം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്ന 2 കൾച്ചർ എന്ന് വരുന്ന രണ്ട് ഡിഫറെന്റ് ജെൻഡർ എന്ന് വരുന്ന ആളുകൾ ഒരുമിച്ച് ജീവിക്കുക പറയുമ്പോൾ 1500 പ്രശ്നം ഉണ്ടാവും. അതെങ്ങനെ ഫിക്സ് ചെയ്യുന്നുള്ളതാണ്. ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പൊട്ടിപ്പോകുമ്പോഴാണ് അവിടെ നിന്ന് പൊട്ടാൻ. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1000 വർഷം വരെ ജീവിക്കാം, 1000 അല്ലെങ്കിലും 100 ജീവിക്കാം. അതെനിക്ക് തോന്നാറുണ്ട്. അത് പക്ഷെ കുറച്ചൊക്കെ നമ്മളിപ്പോൾ ലൈം ലൈറ്റിൽ കുറേ ലേഡീസൊക്കെ ഡ്രാമയിലും ഡാൻസിലും പാട്ടിലും അവരുടെ രീതിയിൽ അവരെങ്ങനെയൊക്കെയോ പുറത്തോട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്, വരുന്നുണ്ട് അവര് സംഭവം ഈ സോഷ്യൽ മീഡിയ വഴിയെങ്കിലും. എങ്ങനെയൊക്കെ ഇപ്പൊ ക്രാഫ്റ്റ് ഞാൻ റീസെന്റ് ഭയങ്കരമായിട്ട് കാണുന്ന സാധനം, ഹോം ബേക്കിംഗ്, ക്രാഫ്റ്റ്, പറഞ്ഞ പോലെ ഡാൻസ്, ഈ ഒരു 3-4 മീഡിയംസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അവർ പുഷ് ചെയ്തിട്ട് അവരുടെ സെൽഫ് എക്സ്പോസ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ മാനേജ് ഫാമിലി അലോങ് വിത്ത് ദെയർ പാഷൻ. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരാത്തവർ ആ ഒരു നാളെ എന്ന് വിചാരിച്ച് സ്ട്രക്കായിട്ട് പിന്നെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഡാൻസർ ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എത്ര പഠിച്ചു, ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള അവർ പുറത്തേക്ക് ചെയ്തേ മതിയാവൂ, അതൊന്നും വരണം. കാരണം നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും വലിയൊരു റോങ് ആയിട്ടുള്ളൊരു പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയമുണ്ടെന്ന് നമ്മൾ വിചാരിക്കും. അത്ര വലിയ സമയമൊന്നുമില്ല. ഇന്ന് ഉറങ്ങിയിട്ട് നാളെ എണീക്കുമെന്ന് യാതൊരു പ്രതീക്ഷയിലാണ് നമ്മൾ കിടക്കുന്നത്. ഇല്ല. അപ്പം എന്താണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് പെട്ടു എന്ന് പറഞ്ഞതിനെ കൊണ്ടൊന്നും അതൊന്നും ഒരു ലിമിറ്റ് അല്ല. നമുക്ക് റിയൽ ആയിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എവിടെ ഇരുന്ന് എന്തും ചെയ്യാനുള്ള ഇപ്പൊ സോഷ്യൽ മീഡിയ അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് നമുക്ക് എന്തും ചെയ്ത് കൊണ്ടുവരാനുള്ള സാധനം നല്ല രീതിയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് വേറെ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. എന്ത് പഠിപ്പിക്കാം, ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് എവിടെയോ ഉള്ള AI ടൂൾസ് പഠിക്കാം. അതൊക്കെ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയൊരു പോസിബിലിറ്റി എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ ചേച്ചി. ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ AI ആയിക്കോട്ടെ, യൂട്യൂബിലെ ട്യൂട്ടോറിയൽസ് ഉണ്ടല്ലോ, എത്ര ഫ്രീ ട്യൂട്ടോറിയൽസ് ഉണ്ട്. പക്ഷെ ആ മൈൻഡ് സെറ്റേ വേണ്ടു. റീല് മാത്രം സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ മിസ്സായി പോകുന്ന കാര്യങ്ങൾ അതാണ്. അത് ഈ പറയുന്നതിലോട്ട് മാങ്ങ ഉണ്ടാക്കുന്ന കാണുന്ന പോലെ അല്ല, മാങ്ങ നമ്മൾ സ്വയം കഴിക്കുമ്പം രണ്ടും ഡിഫറെന്റ് ആണല്ലോ. നമ്മുടെ ബ്രെയിൻ എടുക്കുന്ന ടോട്ടലി ആ സ്ട്രക്ചർ മാറും. ശരിയാ. അപ്പോൾ അങ്ങനെ ഉള്ളവരോട് എനിക്ക് അതെപ്പോഴും പറയാൻ തോന്നാറുണ്ട്. അത് നമ്മളിപ്പോൾ ഇവിടെ ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, 4 ചുമരുകൾക്കുള്ളിൽ ആയിപ്പോയി എന്ന് പറയാതെ സ്വയം ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഹാപ്പിനെസ് സ്വയം കണ്ടെത്തുക എന്നുള്ളത് ഒരു ഇത് തന്നെയാണ്. ചേച്ചി പറഞ്ഞപ്പോഴാണ്, ചേച്ചി ഈ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴാണ് ഇവിടെ അങ്ങനത്തെ 2-3 ഗ്രൂപ്പുണ്ട്. മസ്കറ്റ് മലയാളി അസോസിയേഷൻ, അങ്ങനെ 2 ഗ്രൂപ്പ് എനിക്കറിയുന്നതുണ്ട്. ഒന്ന് ലൈക്ക് ഹെഡിങ് ബൈ സുമി ആൻഡ് അതർ വൺ ഈസ് ലൈക്ക് ഫബിത പിന്നെ ജസൽ, മസ്കറ്റ് വിമൻ അതൊന്നും, പിന്നെ മസ്കറ്റ് മലയാളി അതായിട്ട്. പക്ഷെ അതിൽ തന്നെ ഒരുപാടുണ്ട്, ഓൾമോസ്റ്റ് ലൈക്ക് 200-250 ആളുകളുണ്ട് ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. അവര് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യുന്നുണ്ട്, നല്ലോണം ഇത് ചെയ്യുക അത് ചെയ്യും മുന്നോട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. അത് ശരിക്കും നല്ല പോലെ വന്നിട്ടുമുണ്ട്. ചേച്ചിക്ക് അറിയാവോ? അത് അറിയാമല്ലേ ചേച്ചി? അങ്ങനെ എന്തെങ്കിലും സ്പീച്ചിനോ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? അവരുടെ വിളിക്കുമ്പോ പോകാറുണ്ട്. അറിയാം, സോ പേഴ്സണലി അറിയാം. എനിക്ക് ഫബിതയൊക്കെ അറിയാം, നന്നായിട്ട് അറിയാം. ഫബിത ഫൗസിദാനല്ലേ അറിയാം. അവരാണ് മറ്റേതിന്റെ ഒരു ഇതിൽ മൊത്തത്തിൽ മെയിൻ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ. ജസൽ, ഫബിത, ഫൗസിദ, അങ്ങനെ അവരൊക്കെ എന്നും നമ്മൾ എന്ത് സോഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞാലും എപ്പോഴും വളരെ വെൽക്കമിങ് ആണ്, വളരെ സപ്പോർട്ടീവ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ പോകുന്നത്. കറക്റ്റ്. ചേച്ചി എനിക്ക് പറയുന്ന ഇതിലാണ്, ഇപ്പോൾ ചേച്ചിക്ക് അങ്ങനെ ഇപ്പോൾ സോഷ്യലായിട്ട് ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും ഭയങ്കരമായിട്ട് എനിക്ക് അയ്യോ ഇതൊരു മനുഷ്യനും വരരുത് എന്ന് തോന്നിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ?
എനിക്ക് അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സോഷ്യൽ വർക്കിൽ ഇറങ്ങുമ്പോൾ തന്നെ മറ്റൊരാളുടെ സങ്കടമാണല്ലേ നമ്മൾ കാണുന്നത്, വേറൊരാളുടെ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്, ഇപ്പോൾ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എങ്ങനെ സന്തോഷം കണ്ടെത്തുന്നത്, മറ്റൊരാളുടെ സങ്കടം നമ്മൾ കാരണം മാറി എന്ന് ചിന്തിക്കും. അപ്പം അവിടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റൊരാളുടെ സങ്കടത്തിലാണ് അല്ലേ? അതെനിക്ക് മനസ്സിലാവില്ല. ഞാൻ തന്നെ ആലോചിക്കുമ്പോഴേ എനിക്ക് സന്തോഷം കിട്ടാൻ ഞാൻ വേറെ ആളെ സങ്കടം യൂസ് ചെയ്യുന്ന, അപ്പൊ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എനിക്ക് ഒന്നും കിട്ടാനല്ല. ഓക്കെ, കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ട്രാൻസാക്ഷൻ ആയി പോകും. ഞാനത് കൊടുത്തു, എനിക്കെന്തോ കിട്ടി. അപ്പൊ ഇതിനകത്ത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് തന്നെ ഇതിനകത്ത് ഇൻവോൾവ് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ എന്തോ കിട്ടി ഒന്നുമില്ല. അത് ഐ എം ഹാപ്പി, സോ ഐ എം ഇൻവോൾവിങ് ഇൻ ഇറ്റ്. അതിലാണ് എനിക്കൊരു എന്തോ കിട്ടുന്നത്. അങ്ങനെ അപ്പോ അതിനകത്ത് ഇപ്പം മറ്റൊരാളുടെ ആ സങ്കടമായിരുന്നു എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തന്നതെന്ന് എനിക്ക് പറയാൻ. ഹാപ്പിനെസ് നല്ലത് ചേച്ചിക്ക് ഇങ്ങനെ തോന്നിയതിൽ ഇങ്ങനെ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് ചില നമ്മൾ സിറ്റുവേഷൻസ് എന്ത് കാണുമ്പോഴും നമുക്ക് തോന്നും. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം, ഇത്രയും ആളുകളെ ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതീക്ഷകളാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഇമോഷണലി ബ്രോക്കൺ ഡൗൺ ആയിരിക്കും, ഫിനാൻഷ്യലി തകർന്നിട്ടുണ്ടാവും, ഫാമിലി പ്രശ്നങ്ങളായിരിക്കാം, ഹെൽത്ത് വൈസ് പ്രശ്നങ്ങളുണ്ടാവും. എന്നാലും ഈ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ പുറത്തു കടക്കാനായിട്ട് പുള്ളി കാണിക്കുന്ന ഒരു എന്താ പറയുക, വിളിച്ചുകൊണ്ടിരിക്കുക, അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരണമെന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഹോപ്പാണ്. ഒരു പേഴ്സണിനകത്ത് കാണുന്ന ഹോപ്പ്. അത് ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾക്ക് ചിലവർ ലൈഫ് തന്നെ വേണ്ടെന്നൊക്കെ വെക്കുന്ന കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. നിങ്ങൾ വേസ്റ്റ് കണ്ടതുകൊണ്ട് അതങ്ങനെ വരും. എന്നിട്ടും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇപ്പം ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം, അത് 4th സ്റ്റേജ് ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ആയിരിക്കും, എന്നാലും വീണ്ടും വീണ്ടും മുന്നോട്ട് വരാനുള്ള അത് കാണുന്ന സമയത്ത് ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ലൈഫ് വേണ്ടെന്നൊക്കെ വെക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഉറുമ്പ് പോലെ നമ്മൾ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര പടകട ഓടും. മാക്സിമം അതിന്റെ മാക്സ് ടു മാക്സ് അത് ഓടി രക്ഷപ്പെടും. അപ്പൊ അങ്ങനെ കാണുമ്പം എനിക്ക് തോന്നാറുണ്ട് എന്താണ് ഇങ്ങനെ, അതാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഈ പ്രതീക്ഷകളുണ്ടല്ലോ, ഓരോ ആളെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ കാണുന്ന പ്രതീക്ഷ, അത് കാണുന്ന സമയത്ത് നമുക്ക് ലൈഫിനെ നമുക്ക് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, നമ്മളെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രശ്നങ്ങൾ ചേച്ചിയുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ അടുത്ത് എത്തൽ, എൻക്വയറി ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാ? നമ്മൾ മുമ്പ് ഇവിടെ ആത്മഹത്യ കുറച്ച് കൂടിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പലരും ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ വാർത്തകൾ കൂടുതൽ കേൾക്കുന്നതാണോ എന്താണെന്നറിയില്ല. അങ്ങനെ ഞങ്ങളൊരു മസ്കറ്റ് മലയാളീസിന്റെ ബാനറിൽ തന്നെ സഞ്ചയം എന്ന് പറഞ്ഞിട്ട് ആന്റി സൂസൈഡൽ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെന്നിരുന്ന് നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം നമ്മൾ പ്രവാസികളുടെ ഒരു 11 പ്രശ്നങ്ങൾ പഠിച്ചിട്ട് ഈ 11 പ്രശ്നങ്ങളും പോയി അവിടെ അങ്ങ് ഒരു നാടകത്തിന്റെ രൂപത്തിൽ അങ്ങ് പ്ലേ ചെയ്യുമായിരുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇതിലേതെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്നിക്കിൽ ഫാമിലി ഇഷ്യൂ, ഇല്ലെങ്കിൽ ഫിനാൻഷ്യലി താറുമാറായിട്ട് കിടക്കുന്നു, ഇല്ല ബിസിനസ് തകർന്നിരിക്കുന്നു, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ നാട്ടിലെന്തോ വൈഫിനെന്തോ അങ്ങനെ, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഇവിടെ വേറെ എന്തോ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് ഒരു ജനറിക്കായിട്ട് നമ്മളൊന്ന് പഠിച്ചിട്ട് ചെയ്താണ്. ആ സമയത്ത് ഇത് കണ്ടു കഴിയുമ്പം പലരും കണ്ടവർ കുറച്ച് കഴിഞ്ഞ് മാറി നിന്നിട്ട് എന്നെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, അതിനകത്ത് ആ ഒരു പ്രശ്നം എങ്ങനെയാണ് സോൾവ് ആയത്, ആ പ്രശ്നത്തിലുള്ള അയാൾ എങ്ങനെയാണ് പിന്നെ സന്തോഷമായത് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ പിന്നെ ആത്മഹത്യ ചെയ്യാൻ വാതിലൊക്കെ അടച്ചിട്ട് ഫാമിലി, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അവിടം വരെ പോയി സംസാരിച്ച് ഫിനാൻഷ്യലി ഒരുപാട് തകർന്നു കിടക്കുന്ന ആൾക്കാരായിരുന്നു. അല്ല നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങളൊരു വലിയ ബ്ലാക്ക് ബോർഡ് എടുത്തിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തു എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. ബാങ്കിൽ ലോൺ അടയ്ക്കണം, 2 സ്കൂളിലെ ഫീസ് അടയ്ക്കണം, 3 വണ്ടിയുടെ ലൈസൻസ് പുതുക്കണം, 4 മുഴുക്കിയ പുതുക്കണം, ഇങ്ങനെ ഇതെല്ലാം നമ്മളൊരു 23 കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇതിലേതാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി, ഇപ്പൊ ഒരു കാശ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതായിരിക്കും തീർക്കുക എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് മേലെ ഇട്ട്, പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നവരോട് നമ്മൾ സംസാരിച്ച് ടൈം ചോദിച്ച്, അങ്ങനെയൊക്കെ അവർ ഇപ്പം വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഒരു സമയത്ത് നല്ല അടിപൊളിയായിട്ട് ജീവിച്ചവരായിരിക്കും, സംഭവം എന്തെങ്കിലും ഒരു ക്രൈസിസിന്റെ പുറത്ത് അങ്ങനെ തകർന്നു പോയതായിരിക്കും. അതെ, അപ്പോഴതിനും സൊല്യൂഷൻ ഉണ്ടായിരുന്നു.
നമ്മളെല്ലാവരും കൂടി ഇരുന്നപ്പോഴേ ആദ്യം കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി, ഇത്രയും വലിയ കട ഇപ്പം എന്ത് ചെയ്യും. പക്ഷെ ഇരുന്ന് കഴിഞ്ഞപ്പം അതിന് സൊല്യൂഷൻ ഉണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ആന്റി സൂസൈഡൽ ക്യാമ്പയിനിൽ ഞങ്ങൾ കൊടുത്തൊരു സൊല്യൂഷൻ എന്തായിരുന്നെന്നറിയോ? എന്ത് പ്രശ്നത്തിനും സംസാരിക്കുക, സൗഹൃദം ഉണ്ടാക്കുക. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കാതെ ഒരാളെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അയാളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അഭിമാനം ദുരഭിമാനമാക്കാതെ. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ അതിനകത്ത് ഈ ക്യാമ്പുകളിലും ലേബർ ക്യാമ്പുകളിലും ഒക്കെ പോയിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇതുപോലുള്ള ഒത്തിരി ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ ബിസിനസ് തകർന്നിട്ടുള്ള ആൾക്കാര്, അസുഖത്തിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ ചേച്ചി, നമ്മളിപ്പോൾ എല്ലാത്തിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ചേച്ചിക്ക് എന്താണ് ഇനിയിപ്പോൾ പ്രവാസിയായിട്ട് വരാനുള്ള ആളുകളോടും പ്രവാസിയായിട്ട് ഇവിടെ ഉള്ളവരോടും അല്ലെങ്കിൽ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? അയ്യോ, അത്രയും പറയാനുള്ള ആളൊന്നും ആയിട്ടില്ല. കാരണം 20 വർഷത്തെ എക്സ്പീരിയൻസ് സംതിങ് സ്മോളർ, സോ ഓഫ് കോഴ്സ് ലൈക്ക് ഇറ്റ്സ് എ ബിഗ് വൺ. സോ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഇല്ല, ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഓരോ വർഷം കഴിയുന്നതിന് എനിക്ക് ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ജോലി ചെയ്യുന്നു, മാസം ശമ്പളം വരുമ്പോൾ തന്നെ ഒന്നും പറഞ്ഞിട്ട് അതുപോലെ അങ്ങ് പോകുന്നു. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മളിങ്ങനെ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് ഇതേ കാര്യങ്ങളാണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് എപ്പോഴും തോന്നുന്ന ഈ ഒരു പോയിന്റിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകും. സ്കൂളിൽ പഠിപ്പിക്കേണ്ടത് അക്കാഡമിക്സ് ഒരു വഴിക്ക്, പക്ഷെ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അത് കിട്ടുമായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫ് എത്രയോ ബെറ്റർ ആവുമായിരുന്നു. മണി മാനേജ്മെന്റ്, എങ്ങനെ നമ്മൾ ഒരാളോട് പോയിട്ട് സംസാരിക്കണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചിലപ്പോൾ നല്ല കഴിവുള്ള ഒരാളായിരിക്കും, പക്ഷെ ഒരു ചെറിയൊരു നുവാൻസ് ഓഫ് എന്തെങ്കിലും ഒന്ന് കാണിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ മറ്റേ ആൾക്ക് ബോസിന് ഇഷ്ടപ്പെടത്തില്ല. അപ്പോഴത്തേക്ക് അവരുടെ ലൈഫ് അങ്ങ് അന്നത്തെ ദിവസവും ഡൗൺ ആവും. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കൂടുതൽ നേരത്തെ നമ്മൾ പഠിച്ചു വരുവാണെങ്കിൽ ലൈഫ് വുഡ് ബി മച്ച് മോർ സിംപ്ലർ ആൻഡ് ഈസിയർ എന്ന് തോന്നാറുണ്ട്. അപ്പൊ നമ്മളിപ്പം പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി നമ്മുടെ നാട്ടിൽ നിന്ന് കട്ട് ഓഫ് ആയിട്ട് അങ്ങ് വരുമൊന്നും അല്ലല്ലോ. നമ്മൾ രണ്ടാണ്, നമ്മൾ അവിടെയുണ്ട് ഇവിടെയുണ്ട്. നാട്ടിലുത്സവം ഇവിടെ നിന്ന് കണ്ടിട്ട് മറ്റേ ബർഗർ കഴിച്ചിട്ട് സുരാജ് കറിയണ പോലെ അതെ. അപ്പൊ നമുക്ക് രണ്ട് എക്സ്പീരിയൻസ് ആണോ, നമ്മൾ അവിടെ എല്ലാം ഫൈറ്റ് തെളിഞ്ഞൊക്കെ വരുന്നത്, ഇവിടെ വന്ന് നമ്മൾ ഇവിടെയും അറിയാം അല്ലേ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് നമ്മള് നമ്മുടെ കാര്യം നോക്കണം, അത് ചിന്തിക്കണം. അത് സെൽഫിഷ്നെസ് അല്ല എന്ന് നേരത്തെ മനസ്സിലാക്കണം എന്ന് തോന്നാറുണ്ട്. സെൽഫിനെ നമ്മൾ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് വളരെ ലേറ്റ് ആയിട്ടാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വേറെ ആരെയും മൈൻഡ് ചെയ്യില്ല, എനിക്ക് എന്റെ കാശ് എടുത്ത് വെക്കണം. ആളുകൾ എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി ആളുകൾക്ക് ഒറ്റ നോട്ടം ഇത് കാണുന്ന ആളാണ് നമ്മൾ വിശ്വസിക്കാൻ. ഇപ്പോൾ ഈ സോക്കോൾഡ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പറയുന്നത് സെൽഫ് ലവ് സംഭവം. ഈ കോൺസെപ്റ്റ് വരുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു നെഗറ്റീവ് തോട്ടിലേക്ക് അവർ കയറി പോകാൻ ഫസ്റ്റ് ഗ്രാബ് ചെയ്യുന്നത് മൈൻഡ് അതാണല്ലോ. അതുകൊണ്ട് തന്നെ സെൽഫ് ലവ്, ഓക്കെ എനിക്ക് ആരും വേണ്ട, ഫസ്റ്റ് തന്നെ അടിച്ചിറക്കല. ആദ്യം എന്തായാലും ഫാമിലിയുടെ ഉള്ളിലായിരിക്കും ഫസ്റ്റ് ചെറിയ പ്രശ്നം ഡെയിലി കാണുന്നവരിതും. ആദ്യം ഒഴിവാക്കുന്നത് ആദ്യം അടിച്ചിറക്കണ ഒരേറ്റ പതിവ് പ്രശ്നം ഉണ്ടാവുക. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, പിന്നെ ആര് വന്നിട്ട് എന്ത് ഒപ്പീനിയേറ്റഡ് ആയാലും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്നേഹം കൊണ്ട് പറഞ്ഞാലും, അതല്ലാതെ പറയുന്നവരുണ്ട്, അതല്ല പറയുന്നത്, പറഞ്ഞു കഴിഞ്ഞാലും ഒട്ടും അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ ഇത് മാത്രമേ തലയിലുണ്ടാവുള്ളൂ, സെൽഫ് ഇത് മാത്രം. അത് ചേച്ചി പറഞ്ഞത് പ്രകാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ലാതെ ഉള്ളൊരു അവയർനെസ് ശരിക്കും കൊടുക്കേണ്ടത്. അതാരും പറയുന്നില്ല. സോഷ്യൽ മീഡിയയിലാണ് ഞാൻ മോസ്റ്റ്ലി കണ്ടിട്ടില്ല കേട്ടോ. ആദ്യം നിന്നെ സ്നേഹിക്കുന്ന പറയുന്നത്. ചേച്ചി ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റാണ് ശരിക്കും പറയേണ്ടത്. നിന്നെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ ബാക്കിയുള്ളവരും കൂടി സ്നേഹിക്കും, മനസ്സിലാക്കാനിരിക്കും എന്ന് പറയുന്നിടത്തായിരിക്കും കറക്റ്റ് അല്ലേ ചേച്ചി? അതെ, തീർച്ചയായിട്ടും ഒരു ബാലൻസ് അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ്, ഫാമിലിനെ കൂടെ വെക്കണം. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, രാവിലെ മുതൽ വൈകിട്ട് വരെ വർക്ക് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ പോകുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത് മൂന്നും അങ്ങ് ഇപ്പോൾ വർക്ക് 8 മണിക്കൂർ, ഓക്കെ ഞാൻ ഇനി ഞാൻ 8 മണിക്കൂർ ഫാമിലിയുടെ കൂടെ, ഇനി ഞാൻ 8 മണിക്കൂർ ഇന്നത് എന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആ വേർഡ് കേൾക്കുമ്പോഴേ പേടിയാണ്. ഇത് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ പറയുമ്പം ഈ നമ്മളെ ഈ റോപ്പില്ലേ, ഇങ്ങനെ നടന്നിട്ട് ഏത് നിമിഷം വേണേ താഴെ വീഴാം എന്നുള്ളൊരു സാധനം മൈൻഡിൽ കയറി വരും. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാനൊക്കെ ഇത്രയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത സെൽഫിഷ് ആയിട്ടുള്ള സെൽഫ് ലവ് ആണെങ്കിൽ അല്ല.
അതാണെങ്കിൽ ഇപ്പൊ ഞാനൊന്നും ഇവിടെ ഇരിക്കൂല. കാരണം എന്റെ കൂടെയുള്ള ഫാമിലി വിചാരിക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻവോൾവ്മെന്റ് ആണ്. ഓരോന്നിനെ അങ്ങോട്ട് മാറ്റിക്കളയല്ല ചെയ്യുന്നത്. എനിക്കിപ്പോ ഇവിടെ ഇരിക്കണമെങ്കിൽ എന്റെ ഒന്നിച്ച് എന്റെ ഫാമിലി വരാൻ റെഡിയാണ്. എനിക്ക് ഇഷ്ടം ഉള്ള കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമല്ലെങ്കിലും അവർ ടൈം സ്പെൻഡ് ചെയ്യും. തിരിച്ചതുപോലെ അങ്ങോട്ടും. അതെ, ഇപ്പൊ എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമാണ്, പുള്ളിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും കുറച്ച് സമയം കേൾക്കാനൊക്കെ ഒരു ഇതൊരു ഇന്റർസെക്ഷൻ ആണ്. കാരണം എനിക്ക് ഫാമിലി ലൈഫിൽ നിന്ന് കിട്ടുന്ന കുറെ വാല്യൂസ് എനിക്ക് ഓഫീസിൽ ഇടാൻ പറ്റും, അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ കിട്ടുന്ന എംപത്തി അതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊന്നും സെപ്പറേറ്റ് ബാലൻസിങ് അല്ല, അതെല്ലാം കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ആണ് മൊത്തത്തിൽ. ഫാമിലി ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പൊ പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഫൈനലി എന്തായാലും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് ഫ്രണ്ടിൽ ഒരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അത്രേ ഉള്ളൂ, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് ശ്വാസം കഴിക്കുന്നത് എനിക്ക് ഒരിക്കലും അങ്ങനെ ഇങ്ങോട്ട് തിരിച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? എപ്പോഴും ഒരു കോൺസ്റ്റന്റ് എക്സ്ചേഞ്ച് അല്ലേ? തീർച്ചയായിട്ടും അത് ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഫൈനൽ കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി വന്നു, നമ്മൾ 20 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ജോലിക്ക് ഇരിക്കണ പോലെ അല്ലേ 20 years എക്സ്പീരിയൻസ് ഉണ്ട് പറയൂ എന്ന് പറയുന്ന പോലെ. അങ്ങനെയല്ല, ചേച്ചിയുടെ ഒരുപാട് ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്, ജീവിത അനുഭവം ഉണ്ട്, ഒരുപാട് പേരിനെ കണ്ടിട്ടുണ്ട്. ചേച്ചി ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാം. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ എല്ലാം മൂപ്പർ എക്സ്പോസ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഞാനായിട്ടത് എക്സ്പോസ് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതിവിടെ പറയുന്നില്ല. അപ്പോൾ വന്നതിൽ ഒരുപാട് സന്തോഷം ചേച്ചി, ഒരുപാട് അറിവുകൾ പകർന്നു തന്നതിൽ സന്തോഷം. എഗെയിൻ നോർക്കയുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിനെ കൊളാബ് ചെയ്യുന്നുണ്ട് റീലിൽ. സോ അതിൽ പോവുക, ചോദിക്കുക, കാര്യങ്ങൾ അറിയുക, എല്ലാവരും എടുത്തു വയ്ക്കുക. എസ്പെഷ്യലി ഇൻഷുറൻസ് ആണെങ്കിലും പെൻഷനൊക്കെ ആണെങ്കിലും എടുത്തു വയ്ക്കുക. വളരെ യൂസ്ഫുള്ളാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലസ് എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ ചേച്ചി നമുക്കിവിടെ പറയാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട്? ഞാൻ കട്ടൺ ടോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചെയ്യുന്നുണ്ട്. അതില് കട്ടൺ ടോക്സിൽ ഒന്ന് പ്രവാസി കട്ടൺ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സീരീസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ പ്രവാസികളുടെ ഇൻഫർമേഷൻസ് മാത്രമേ ഇടാറുള്ളൂ. ശരി. അപ്പോൾ അതൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുക. എന്തായാലും ചേച്ചീനെ കൊളാബ് ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടും. എന്തെങ്കിലും ഹെൽപ്പ് വേണം, പേപ്പർ വർക്ക്സിലോ ഇതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേച്ചി ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. ഇല്ലേ ചേച്ചി? പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യും. യെസ്, എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ കണക്ട് ചെയ്യുക. സോ വന്നതിലും ഒരുപാട് ഇൻഫർമേഷൻ ഷെയർ ചെയ്തതിലും ലൈഫ് ഷെയർ ചെയ്തതിലും എല്ലാത്തിലും ഒരുപാട് സന്തോഷം ചേച്ചി. താങ്ക് യു വെരി മച്ച്. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ ഇരിക്കണം. കുറേ ദിവസമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണതാണ്. ശരിക്കും ഒരു 1.5 month ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. ഇന്ന് വെക്കാം, നാളെ വെക്കാം. ചേച്ചി ഇങ്ങനെ സോഷ്യൽ വർക്ക് ചെയ്യണമുണ്ട്, ഭയങ്കര ബിസിയുള്ള ആളാണ്. ഒരു അപ്പോയിൻമെന്റ് കിട്ടിയാൽ ഞാൻ വളരെ കൃതാർത്ഥനാണ് എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ആണല്ലോ എപ്പോഴും എന്താ പറയല്ലോ, എന്താണ് ടൂൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുടെ കൈ കിട്ടിയാൽ നല്ലതാണ് എന്ന് പറയുന്നിട്ട്. സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് നല്ലതിനും യൂസ് ചെയ്യാം, അല്ലാതെ ഉപയോഗിക്കാം. അപ്പൊ കൂടുതലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും ഇത്രയും സമയം അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് വർത്താനം പറയാൻ ഒരു 1.5 hour അങ്ങനെ സംസാരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം ചേച്ചി. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ ബീയിങ് മൈ ഷോ. സോ താങ്ക് യു ഗൈസ്. സൈനിങ് ഓഫ്, അൺസ്ക്രിപ്റ്റഡ് ബൈ സുരൂർ.